അതെല്ലാം എല്ലാ ആവശ്യങ്ങളും എല്ലാവർക്കും ഉന്നയിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. ഞാൻ ഒരു കണക്കാണ് പറഞ്ഞത്. ഇതൊരു വ്യവസായമാണ്. വ്യവസായമായിട്ട് ഈ ഗവൺമെൻറ് വന്ന ശേഷം വന്നതല്ല. കേരളത്തിൽ എല്ലാ കാലത്തും ഇതൊരു വ്യവസായമാണ്. ആ വ്യവസായം എന്ന നിലയിൽ 35 ലക്ഷം രൂപ ലൈസൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ വർഷവും ലൈസൻസ് ഫീ ഈടാക്കുന്നുണ്ട്. അപ്പോൾ വ്യവസായത്തിൻ്റെ നിലനിൽപ്പും പ്രധാനമാണ്. എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നൊരു വ്യവസായം. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഒരു ഇരട്ടത്താപ്പും കാപട്യവും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ചിലരെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് പരിമിതി ഉണ്ടല്ലോ പറയാൻ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കണക്ക് നോക്കൂ. തമിഴ്നാട്ടിൽ ബാറുകളും റീറ്റെയിൽ ഔട്ട്ലെറ്റും കൂടിയും ചേർന്നാൽ 5683. 5683. കർണാടകയിൽ 5539. ആന്ധ്രയിൽ 4576. ആന്ധ്ര വിഭജനത്തിന് ശേഷം കേരളത്തേക്കാൾ ചെറിയ സംസ്ഥാനമാണ് കേട്ടോ. തെലങ്കാനയിൽ 2485. കേരളത്തിൽ ഇതെല്ലാം കൂടി ചേർന്ന് ആകെ മദ്യശാലകളുടെ എണ്ണം 1379. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ 4 ഇരട്ടി തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ട്. കേരളത്തിൻ്റെ 4 ഇരട്ടി ജനസംഖ്യ ഇല്ലല്ലോ. 4 ഇരട്ടി ജനസംഖ്യ ഇല്ലല്ലോ. അപ്പം ഇതെന്തോ മറ്റെവിടെയും ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ, അതും ഇപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് ചെയ്തു എന്ന മട്ടിലൊക്കെ പറയുന്നത് തികഞ്ഞ കാപട്യവും ഇരട്ടത്താപ്പുമാണ്. അപ്പോൾ ഇത് വ്യവസായം എന്ന നിലയിൽ ഇന്ത്യ മുഴുവനുണ്ടല്ലോ. ഞാനിപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഉത്തരേന്ത്യയിലേക്ക് പോയാൽ കണക്കുകൾ ഇതിനേക്കാൾ കൗതുകകരമായിരിക്കും. ഇപ്പം യാഥാർത്ഥ്യങ്ങളായിട്ട് കാണണം. കേരളത്തിൽ മാത്രമുള്ള എന്തോ ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിനെ അവതരിപ്പിക്കുന്നത് ന്യായമല്ല. പിന്നെയോ സ്വകാര്യ സംഭാഷണങ്ങളിൽ എല്ലാവരും ഇതിനൊക്കെ അനുകൂലമാണ് താനും. അല്ല, ചർച്ചകളിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ എക്സൈസ് വകുപ്പിൻ്റെ വിഷൻ 2031 സെമിനാറിന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ചിരുന്നു. അവരെല്ലാം പറയുന്ന നിലപാടെന്താ? ഇതിലൊക്കെ കുറച്ചുകൂടി ലിബറൽ ആവണം എന്നതാണ് എടുക്കുന്ന നിലപാട്. നിങ്ങൾ അത് കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിലും സ്റ്റുഡിയോയിലെത്തിയാൽ ഞങ്ങൾക്കെതിരെ ആക്രോശിക്കുമായിരിക്കും, അലറുമായിരിക്കും. അത് നിങ്ങളുടെ ജോലിയാണ്. പക്ഷേ ഇത് ലിബറൽ ആവണം എന്നതാണ് അഭിപ്രായം എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് ഇതിലൊക്കെ വളരെ പുരോഗമനപരമായ നിലപാടുള്ള ഒരാളാണെന്നാണ്, ലിബറലായിട്ടുള്ള ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, വളരെ ലിബറലാണ് അദ്ദേഹം ഇത്തരം ഈ കാര്യങ്ങളിൽ. കാരണം മാറുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടെയാണ് എന്നാണ് അദ്ദേഹം പല വേദികളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇടത് സർക്കാരിൻ്റെ മദ്യനയമായിട്ട് പ്രശ്നമില്ല. അതാണ് ആശങ്ക. അതിനെപ്പറ്റി ആശങ്കപ്പെടുകയോ വേണ്ട. ഇത് മദ്യവർജനം തന്നെയാണ്. മദ്യവർജനമാണ്, മദ്യനിരോധനമല്ല. അതാണ് വ്യത്യാസം. വർജിക്കേണ്ടത് കഴിക്കുന്ന ആൾക്കാർ വർജിക്കുക. തീർച്ചയായിട്ടും മദ്യവിരുദ്ധ സമിതിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ പ്രവർത്തനം ഊർജിതമായിട്ട് നടത്തി ആളുകളെ പിന്തിരിപ്പിക്കുകയും മാനസാന്തരം വരുത്തുകയൊക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഇപ്പോൾ CPM പോലൊരു സംഘടന മറ്റേ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാവരും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ തുടരട്ടെ. ഇതൊരു വ്യവസായമാണെന്ന് ഈ സർക്കാർ കണ്ടുപിടിച്ചതല്ല. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേയുള്ള വ്യവസായമാണിത്. നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ ജനിച്ച ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്നാണെന്നാണോ? അന്നൊന്നും ഇല്ലാത്തൊരാകുലത ഇപ്പം എന്താ? ആണല്ലോ, വർജനമാണ്, നിരോധനമല്ല. അല്ല, ഇതൊരു വ്യവസായമാണ്. പിന്നെ അവൈലബിൾ ആണ് എന്നതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിലും വേണ്ടാന്ന് തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ ആരാണോന്ന് വെച്ചാൽ വ്യക്തികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്, സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെ, മദ്യനിരോധനം സർക്കാരിൻ്റെ നയമല്ല. ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ടല്ലോ.
ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താ? മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഒരനുഭവം എന്നോട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് ഞാൻ പറയാം. അതെന്തായാലും പറയുന്നതിന് പ്രശ്നമില്ല. ഗുജറാത്തിൽ മദ്യം നിരോധിച്ച ഗുജറാത്തിൽ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ മദ്യം സുലഭമാണ് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതാണ്. മദ്യനിരോധനത്തിൽ ഒരു കഥയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഈ മദ്യനിരോധനം എന്നത്. അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ. അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ ഇവിടെ നിരോധനമല്ലേ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു നിരോധനമൊക്കെ എൻ്റെ കടലാസിലുണ്ട്. നിരോധനം എന്നത് ലോകത്തെവിടെയെങ്കിലും ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ലോകത്തെവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? അല്ല, എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? അതാ പറഞ്ഞത്. അതുകൊണ്ട് മദ്യവർജനം എങ്ങനെ ഉണ്ടാവേണ്ടതാ? അതൊരു ബിഹേവിയറൽ ചേഞ്ച് ആയിട്ട് ഉണ്ടാവേണ്ടതാണ്.